ഇതും പഠിച്ച് നമുക്ക് നല്ലൊരു കരിയർ ഓപ്ഷനിൽ എത്താം. CMA ഫോർത്ത് ഗ്രൂപ്പ് ഞാൻ പാസ്സായി. അതിനുശേഷമാണ് CMA എന്നുള്ള കോഴ്സ് ഒപ്പം ചെയ്യാൻ ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള കോഴ്സുകളാണ് CA, CMA, ACCA കോഴ്സുകൾ. ഈ കോഴ്സിലേക്ക് കൊമേഴ്സുകാർ മാത്രമല്ല സയൻസുകാരും ഹ്യൂമാനിറ്റീസുകാരും ഒക്കെ ഈ കോഴ്സിലേക്ക് വരുന്നുണ്ട്. അതിനുള്ള ഒരു റീസൺ ഈ കോഴ്സ് നിലവിൽ നല്ല വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ കോഴ്സിനെ കുറിച്ച് പലപ്പോഴും പല വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപാട് സംശയങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ മുന്നിലേക്ക് അതിഥിയായി വന്നിട്ടുള്ളത് നമ്മുടെ സ്റ്റുഡൻറ്റ് CMA ജുബിനയാണ്. അപ്പോൾ ജുബിനയെ നമുക്ക് ഈ ഒരു ഇൻ്റർവ്യൂവിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ജുബിന. ഈ CMA എന്നുള്ള കോഴ്സ് +2 കഴിഞ്ഞൊരു കുട്ടി ഉടനെ ചെയ്യാണോ അതല്ല ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് CMA ചെയ്യാണോ ഏറ്റവും നല്ലത്? പലർക്കുമുള്ളൊരു ഡൗട്ടാണത്. അതിന് എന്താണ് ആൻസർ വരിക? +2 കഴിഞ്ഞാലും ഡിഗ്രി കഴിഞ്ഞാലും നമുക്ക് ഈ കോഴ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ +2 കഴിഞ്ഞൊരു കുട്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ +2 കഴിഞ്ഞ ഉടനെ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാം. വെറുതെ ആ ഒരു 2.5 വർഷം കളയും വേണ്ട. അതിൻ്റെ കൂടെ തന്നെ ഇതും പഠിച്ച് നമുക്ക് നല്ലൊരു കരിയർ ഓപ്ഷനിൽ എത്താം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. +2 കഴിഞ്ഞ ഉടനെ ഈ ഒരു കോഴ്സ് ചെയ്യാൻ തന്നെ ആയിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്? ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തിരുന്നത് CA എന്നുള്ള ഓപ്ഷൻ ആയിരുന്നു. പിന്നെ ഇവിടെ എത്തിയതിന് ശേഷമാണ് CA CMA എന്നുള്ള കോഴ്സ് ഒപ്പം ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ നിന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ രണ്ടും ചെയ്യാം. അങ്ങനെ ഫൗണ്ടേഷൻ CA CMA എഴുതി. അൽഹംദുലില്ലാഹ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഫൗണ്ടേഷൻ എനിക്ക് പാസ്സാവാൻ പറ്റി. പിന്നെ ഇൻട്രും ഇതുപോലെ രണ്ടും എഴുതി. പക്ഷേ ആദ്യം എനിക്ക് പാസ്സാവാൻ പറ്റിയത് CMA ഫോർത്ത് ഗ്രൂപ്പ് ഞാൻ പാസ്സായി. ഫസ്റ്റ് അറ്റംപ്റ്റ് ബോത്ത് പാസ്സായി. സോ എന്നാൽ CMA കംപ്ലീറ്റ് ചെയ്ത ശേഷം CA ചെയ്യാന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് എത്തി. അങ്ങനെ ഫൈനലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ബോത്ത് ഗ്രൂപ്പ് അൽഹംദുലില്ലാഹ് പാസ്സാവാൻ പറ്റി. ഇനി CA ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഈ ഒരു കോഴ്സിലേക്ക് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നോൺ കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ജുബിന ഈ CMAയിലേക്ക് ചേർന്ന ആ ഒരു സമയത്ത് ആ ഒരു സ്വിച്ച് ഓവർ അത് ഹാർഡായിരുന്നോ? സത്യം പറഞ്ഞാൽ വരുമ്പോൾ ഡെബിറ്റ് എന്താ ക്രെഡിറ്റ് എന്താ ടാലി എന്താ ഒന്നും അറിയാത്തൊരവസ്ഥയായിരുന്നു. ഒരു ബേസ് സെറ്റ് ആയപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഇത് നമ്മളെ കൊണ്ട് പറ്റും. ബേസിൽ നിന്നാണ് ഇത് പറ്റും, ഇത് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് എത്തിയത്. CA ഒരു പ്രൊഫഷണൽ കോഴ്സാണ്, CMA മറ്റൊരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പഠിക്കാം എന്നത് അത് പോസിബിൾ ആണോ? അതല്ലെങ്കിൽ അത് ജുബിന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ടായിട്ടുള്ളത്? CAയുടെ കൂടെ CMAയും കൂടെ ചെയ്യാം എന്നുള്ളത് ഇവിടെ പാസിയോളിയിൽ എത്തിയ ശേഷം ഇവർ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സോ ഫസ്റ്റ് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇത് രണ്ടും കൂടെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നെ കൊണ്ട് എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇത് ചെയ്തപ്പം രണ്ട് കോഴ്സിനും ജോയിൻ ചെയ്തപ്പോൾ മനസ്സിലായി രണ്ടിനെയും സിലബസ് സെയിം ആണെന്നുള്ളത്. ഫൗണ്ടേഷൻ എഴുതിയപ്പോൾ തന്നെ ഏകദേശം രണ്ടും പഠിക്കാനൊക്കെ ഒരുപോലെ തന്നെ ആയിരുന്നു. അപ്പോൾ രണ്ടും പാസ്സാവാൻ പറ്റി. ഇൻട്രോ അത് സിലബസ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് CA കൂടെ പഠിച്ചതുകൊണ്ടാവാം CMA ബോത്ത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാൻ പറ്റിയത്. സോ CA ബുദ്ധിമുട്ടാവോ? ഇല്ല, എനിക്ക് പറയാനുള്ളത് CA ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് CMA കൂടെ ഒപ്പം ചെയ്യുന്നത്. അതെന്തായാലും ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കിയേ ചെയ്യുള്ളൂ. CMA എന്നുള്ളൊരു കോഴ്സ് ആളുകൾ ഭയങ്കര ടഫായിട്ട് കാണുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ CMA കംപ്ലീറ്റ് ചെയ്ത ഒരാൾ എന്ന നിലക്ക് ഈ കോഴ്സ് അല്ലെങ്കിൽ ഈ ടഫാണെന്ന് പറയുന്ന ഒരു കോഴ്സ് എങ്ങനെയാണ് CMA ജുബിന പാസ്സായത്? അതല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ചലഞ്ചസ് ഓവർകം ചെയ്തിട്ടുള്ളത്? എ പേഴ്സൺ ഹു ഡസ് നോട്ട് ഡെയർ ടു ടേക്ക് റിസ്ക് വിൽ ഡു നത്തിങ് ഇൻ ലൈഫ്. അങ്ങനെയാണല്ലോ. സോ നല്ല വാല്യൂ ഉള്ളൊരു കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നമുക്ക് ഈ ഒരു കോഴ്സ് ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഒരുപാട് ഫാമിലി ഫങ്ഷൻസ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. അത് നമുക്ക് ഈ ഒരു പ്രൊഫഷണലിൽ എത്തണം ആവണം എന്നുള്ളത് നമ്മൾ മൈൻഡിൽ ഉറപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ഒഴിവാക്കി ആ ഒരു ചലഞ്ചസും നമുക്കൊരു പ്രശ്നമേ അല്ലാതാവും. നമുക്കതൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും. സത്യത്തിൽ ആളുകൾ പറയുന്ന അത്ര ടഫാണോ ഈ CMA എന്നുള്ളത്? കൊമേഴ്സിൻ്റെ ഒരു ബേസും ഇല്ലാതെ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് എനിക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് വർക്ക് ചെയ്യാനുള്ള ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പാസ്സാവും. പാസിയോളിയിലാണ് CMA കംപ്ലീറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. ഈ ജേണി തുടക്കം മുതൽ അവസാനം വരെ പാസിയോളിയിലാണ് പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ പാസിയോളിയുടെ അതല്ലെങ്കിൽ എങ്ങനെയാണ് പാസിയോളി ഹെൽപ്ഫുൾ ആയിട്ട് മാറിയത് എന്നൊന്ന് പറയാമോ?
ഈ CMA ജേണി പാസ്സാവാൻ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് പാസിയോളി തന്നെയാണ്. കാരണം ഇവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ പലയിടത്തും കേൾക്കും എക്സാംസ്, അസൈൻമെൻറ്റ്സ്, ഫസ്റ്റത്തെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് 1 മന്ത് അത് ഫോളോ അപ്പ് ചെയ്താൽ ചെയ്തു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത മുതൽ എക്സാംസ് വരെ അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇന്നൊരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അസൈൻമെൻറ്റ് ഉണ്ടാവും, പിറ്റേ ദിവസം അതിൻ്റെ എക്സാം ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ആ ഡെയിലി അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു എല്ലാ സബ്ജക്റ്റും കംപ്ലീറ്റ് ആയ ശേഷം ഇവരൊരു കറക്റ്റായിട്ടുള്ളൊരു സ്റ്റഡി ഡേയ്സ് തന്ന ശേഷം നമുക്ക് മോക്ക് ടെസ്റ്റുകൾ എടുക്കുന്നുണ്ട്. ആ ഒരു മോക്ക് ടെസ്റ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഓരോ സബ്ജക്റ്റ് പഠിക്കാൻ ഒരു ഡേയ്സ് ഇപ്പോൾ 1 വീക്കിൻ്റെ ഉള്ളിൽ ഒരു സബ്ജക്റ്റ് പഠിച്ച ശേഷം അതിന് മോക്ക് ടെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ പബ്ലിക് എക്സാമിന് എഴുതുന്ന പോലെ തന്നെ നമ്മളത് എഴുതുമ്പോൾ നമുക്ക് ആ ഒരു ഫിയർ മാറി കിട്ടും. സോ അത് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും ഈ പറയുന്ന പോലെ പറഞ്ഞ കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ നന്നായിട്ട്. വി ആർ വെരി പ്രൗഡ് ഓഫ് യു. കാരണം നമ്മളെ സ്ഥാപനത്തിൽ നിന്ന് ഒരു കുട്ടി ക്വാളിഫൈ ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് വലിയ വലിയ സന്തോഷമാണ്. സോ എന്തായാലും ഭാവിയിൽ ഇനി ഉയരങ്ങളിൽ എത്തട്ടെ. ഒപ്പം CMA കംപ്ലീറ്റ് ചെയ്തു, ഇനി CAയും കൂടെ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു.